നമ്മൾ ഒരു വണ്ടി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ എഞ്ചിൻ നല്ലതാണോ, അതിൻ്റെ സർവീസ് കിട്ടുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മളൊരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത് കൂടാതെ ഞാൻ വണ്ടി മോഡിഫൈ ചെയ്ത ഭംഗി ഉണ്ടാവും എന്നും കൂടി നോക്കിയിട്ടാണ് ഞാൻ വണ്ടി സെലക്ട് ചെയ്യാറുള്ളത്. കാരണം എനിക്ക് മോഡിഫിക്കേഷൻ ഭ്രാന്ത് അത്യാവശ്യം ഉണ്ട്. ഏത് വണ്ടി എടുത്താലും ഞാൻ മോഡിഫിക്കേഷൻ ചെയ്യും. പഴയ സ്പ്ലെൻഡറിൽ തുടങ്ങിയ പണിയാണിത്. അപ്പോൾ അതുപോലെ തന്നെ ടി വി എസ് റോണിൽ ഞാൻ അതുപോലെ മോഡിഫൈ ചെയ്ത ലുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഇതിൻ്റെ വൈസർ ഹിമാലയൻ 450 ഞാൻ വെച്ചിരിക്കുന്നത്. ഹാൻഡിൽ ബാർ ഒറിജിനലാണ്, പക്ഷേ അതിൽ ആംറസ്റ്റും ആം ഗാർഡും ഞാൻ വെച്ചിട്ടുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ചും വെച്ചിട്ടുണ്ട്. ഹോൺ ഡബിൾ ആക്കിയിട്ടുണ്ട്. ഹൈ റേഞ്ചൊക്കെ പോകുമ്പോൾ വളവിലൊക്കെ കുറച്ച് സൗണ്ടുള്ള കിട്ടാൻ വേണ്ടി. പിന്നെ ക്രാഷ് കാർഡ് ഞാൻ ഓൺലൈൻ വഴി എടുത്താണ്. 3-4 ടൈപ്പ് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫുട് റെസ്റ്റ് നമുക്ക് ഓഫ് റോഡ് ഫുട് റെസ്റ്റാണ്. എക്സ്പൾസിന് ഡയറക്റ്റ് ഫിറ്റാണ്. ബാക്കിലെയും ഫുട് റെസ്റ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്, ഒരു അലൂമിനിയം. അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച് വെച്ചാണ്, അലൂമിനിയം ടൈപ്പ്. സാഡിൽ സ്റ്റേ എനിക്ക് അത്ര ഹാപ്പി ആയിട്ടില്ല. അതുമേലെ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അത് ചെയ്തിട്ട് ഞാൻ പിന്നീട് അറിയിക്കാം. പിന്നെ ഇതിൻ്റെ കാരിയർ ഒറിജിനലാണ്, പക്ഷേ അതിൻ്റെ ടോപ്പ് പ്ലേറ്റ് വെച്ചിരിക്കുന്നത് ഹോണ്ട ഹൈനസിൻ്റെ ആണ്. അങ്ങനെ മൊത്തത്തിൽ വണ്ടി ഒരു അത്യാവശ്യം ഒരു ചെറിയ ലുക്ക് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി ടി വി എസ് റോണിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ഒരുപാട് വീഡിയോസ് ആൾക്കാർ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല സ്മൂത്ത് എഞ്ചിനാണ്, മൈലേജ് ഉണ്ട്, കംഫർട്ടാണ് ഓടിക്കാൻ, ഹാൻഡ്ലിങ് എളുപ്പമാണ്. പിന്നെ സിറ്റിയിലൊക്കെ ഓടിക്കാൻ നിർത്തി വളക്കാൻ നിർത്തി ഇത്തിരി കുറവുള്ളൊരു ആ ഒരു പോരായ്മ മാത്രമേ ഈ വണ്ടിയിലുള്ളൂ. വണ്ടി അല്ലാതെ അത്യാവശ്യം കിടിലൻ വണ്ടിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നൊരു വണ്ടിയാണ്. 2 ലാക്ക് റേഞ്ചിൽ വരുന്നൊരു വണ്ടി. ഒരു 45-50 മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ലുക്കാക്കി എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അധികം വെയിറ്റ് ഇല്ല, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, ഹൈറ്റും കുറവാണ്. പൊക്കം കുറഞ്ഞവർക്കും അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. ഫോഗ് ലാമ്പ് യെല്ലോയും ഉണ്ട്, വൈറ്റും ഉണ്ട്. നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ യൂസ്ഫുള്ളാണ്. ടാങ്ക് പാഡ് റോയൽ എൻഫീൽഡിൻ്റെ ഉണ്ട്. ഇതുകൊണ്ടെല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.